ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധി എടുത്ത് ഒരു ഓൺലൈൻ മീഡിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിച്ചുവായിട്ട് ബന്ധമൊന്നുമില്ല, ഞങ്ങൾ സംസാരിക്കാറൊന്നും ഇല്ലയോ, കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മറുപടിയായിട്ട് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമോ കുഴപ്പമോ ഒന്നും തന്നെ ഇല്ല, ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഞാൻ ഇന്നലെ കൂടി വിളിച്ചതാണ്, ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം മെയിനായിട്ട് കുറേയധികം പേര് സംസാരിക്കുന്നതാണ്. രേണുവും കിച്ചുവും തമ്മിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ, വലിയ രീതിയിലൊന്നും അടുപ്പമില്ല, അതുകൊണ്ടാണ് കിച്ചു ഉണ്ടെങ്കിൽ കൊല്ലത്ത് പോയി നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് രേണു തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അവൻ അവിടെയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ പോയി നിൽക്കുന്നത്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കിച്ചു ഉണ്ടെങ്കിൽ കിച്ചുവിൻ്റെ ലൈവിൽ യൂട്യൂബ് ചാനലിനകത്തൊക്കെ വന്നിട്ട് ഇതേ കണക്കുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ കിച്ചുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കിച്ചു ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം വരുന്ന സമയത്ത് ഞാൻ വിളിക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പം പൈസയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്, അല്ല നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറേയധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവർ തമ്മിൽ പ്രശ്നമില്ല എന്നുള്ളൊരു കാര്യമാണ് രേണു സുധി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഉടനെ കല്യാണത്തിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ ഉടനെ തന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ ചാൻസ് ഉണ്ട് എന്നും രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു.